എടാ, തെണ്ടിത്തരം കാണിക്കുന്നതിന് ഒരു അതിലുണ്ട്. എന്ത് തെണ്ടിത്തരം? ഞാൻ പറഞ്ഞ തുക ഈ ചെക്ക് ലീഫിലുണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ മറ്റൊരുവന് കാണിച്ചു കൊടുത്തിട്ട് പ്രേമിക്കാൻ പറഞ്ഞതിന്റെ പ്രതിഫലം അല്ലേ? എന്ത് വേണേലും പറഞ്ഞോളൂ. പക്ഷെ ഒന്ന് എനിക്ക് മനസ്സിലായി, നീ പറയുന്നതൊക്കെ ശരിയാണ്. ലോകത്ത് ഒരു പെണ്ണിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. അയ്യോ, അശ്വതി ഒരു പാവമാണ്. ഷീസ് ഇന്നസെന്റ്. അതെ, അതുകൊണ്ടാണല്ലോ എന്റെ കൺമുന്നിൽ വെച്ച് അവള് നിന്നെ കെട്ടിപ്പിടിച്ചതും ഇഷ്ടമാണെന്ന് പറഞ്ഞതും ഒക്കെ. എടാ, നീ കണ്ടത് ഞാൻ കളിച്ച ഒരു നാടകമാണ്. അശ്വതിയെ കൊണ്ട് അതിലൊരു വേഷം കെട്ടിച്ചതാണ്. ഞാൻ പറയുന്ന നീ ഒന്ന് വിശ്വസിക്ക്. അശ്വതി ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്ത് ഞാനും നീയുമാണ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അവൾ എന്നെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കില്ലെന്ന് ഉറച്ചു വിശ്വസിച്ചതാണ്. അശ്വതി നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. സത്യം. ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി അങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ്. നീ എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. എടാ, നീ ഇത്ര ചീപ്പാവരുത്. നീയല്ലേ അശ്വതി എനിക്ക് കാണിച്ചെന്നത്? നീയല്ലേ എല്ലാത്തിനും മണം വെച്ചെന്നത്? നിന്നോട് അവളെല്ലാം തുറന്നു പറഞ്ഞതല്ലേ? അപ്പോഴെങ്കിലും നിനക്ക് സത്യം തുറന്നു പറയാമായിരുന്നു. നീ അത് ചെയ്തില്ല. എന്നെ കൊടുക്കാൻ വേണ്ടി, ഞങ്ങളെ കൊലങ്ങളിപ്പിക്കാൻ വേണ്ടി അല്ലേ? അവസാനം പന്തയത്തിൽ തോറ്റപ്പം നിന്റെ ഈഗോ, നിന്റെ കോംപ്ലക്സ്, അതാണ് നിന്നെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ഒന്നും ഞാനില്ല. ഒന്നുറപ്പാണ്, ഇനി അവളെ സ്വീകരിക്കാൻ എനിക്കാവില്ല. പിന്നെ നിനക്ക് അത്രയ്ക്ക് സെന്റിമെന്റ്സ് അശ്വതിയോടുണ്ടെങ്കിൽ നീ തന്നെ അവളെ കെട്ടിക്കോ. ഞാൻ നിന്റെ കാല് പിടിക്കാം. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഇല്ല, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേൾക്കടാ. രവി, പ്ലീസ്. വിടറാ. എടാ, വിടാൻ. എനിക്ക് പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം. ഞാൻ കേൾപ്പിക്കും. വിടറാ. തല്ലി ചാട രണ്ടും. നിനക്ക് കുറെ കൂടെ പക്വതയുണ്ടെന്നാണ് ഞാൻ കരുതിയത്. ഭാര്യയാകാൻ പോകുന്ന പെണ്ണിനെ നീയല്ലേ ഇവനെ കാട്ടിക്കൊടുത്തത്. നേരം പോക്കിന് വേണ്ടി കളിച്ചൊരു കളിയായിട്ട് ഞാനിത് കരുതിയുള്ളൂ. പക്ഷെ നീ കളിച്ചത് വേറെന്തോ കണക്കൂട്ടിലൂടെയാണ്. ഇനി പറയടാ, ഇവൻ എന്ത് തെറ്റാ ചെയ്തത്? ഇനി യഥാർത്ഥത്തിൽ അശ്വതി ഇവനെ സ്നേഹിച്ചെങ്കിൽ തന്നെ അതും നിന്റെ കുറ്റം കൊണ്ടാണ്. രവി, നമ്മൾ വഴക്കടിച്ചിട്ടുണ്ട്, അടി കൂടിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ആർക്കും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ഇത്രയും നാൾ നമ്മളിവിടെ കളിച്ചും ചിരിച്ചും കഴിഞ്ഞു. ഇനിയും ഇത് കണ്ടുകൊണ്ട് ഇവിടെ കഴിയാൻ എനിക്കാവില്ല. ഞാൻ പോവാ. സ്വാമി, താൻ കൂടെ പോയാ യുവമാരുടെ ഇടയിൽ കിടന്ന് ഞാൻ എന്ത് ചെയ്യും? ആരും പോകണ്ട. സത്യം ഞാൻ തെളിയിക്കും. അശ്വതിയെ ഞാൻ ഇവിടെ കൊണ്ടുവരും. ഇല്ല, ഞാൻ വരില്ല. എല്ലാരും കൂടി തമാശ കളിച്ച് തകർത്തത് എന്റെ ജീവിതമാണ്. ഇപ്പൊ തൃപ്തിയായില്ലേ? പഞ്ചായത്ത് ജയിച്ചില്ലേ? കൂട്ടുകാരുടെ മുന്നിൽ ഹീറോ ഇല്ലേ? തെറ്റെന്റേതാണ്, സമ്മതിച്ചു. എല്ലാം തുടങ്ങി വെച്ച ഞാൻ തന്നെ ഇത് അവസാനിപ്പിക്കാം. ഒന്നും അറിഞ്ഞോണ്ടായിരുന്നില്ല. അശ്വതി എന്നോടൊപ്പം ഒന്ന് വന്നാ മതി. രവിയേട്ടനെ അറിഞ്ഞുകൊണ്ടായിരുന്നില്ലേ എല്ലാം? നിങ്ങൾ എന്റെ പിന്നാലെ നടന്നതും ശല്യപ്പെടുത്തിയതും ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു. എന്നോട് തുറന്നു പറയാമായിരുന്നല്ലോ രവിയേട്ടന്. പറഞ്ഞില്ല, ഒഴിഞ്ഞു മാറുകയായിരുന്നു എന്നെ പരീക്ഷിക്കാൻ. നിങ്ങൾ തമ്മിൽ നേരിൽ കണ്ട് സംസാരിച്ചാൽ എല്ലാം ശരിയാവും. തെറ്റിദ്ധാരണകളൊക്കെ മാറും. ഇല്ല, ഞാൻ വരില്ല. അശ്വതി വരണം. എന്നെ വിശ്വാസമില്ലാത്ത ഒരാളെ എനിക്കും വേണ്ട. അശ്വതി, പ്ലീസ്. വരില്ല എന്ന് പറഞ്ഞില്ലേ? രവിയേട്ടനോട് പറയണം അശ്വതി കാണാൻ വേണ്ടി ഇനി ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി നിങ്ങളും. അശ്വതി നാട്ടിലേക്ക് പോയി. എപ്പോ? 1 മണിക്കൂറായി. ഞാൻ വരട്ടെ.
നീ എവിടെയായിരുന്നു ഇത്രയും സമയം? ഊണ് കഴിക്കണ്ടേ? ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും വെച്ചില്ല. നമുക്ക് പുറത്തുനിന്ന് കഴിക്കല്ലേ? വേണ്ട, ഞാൻ കഴിച്ചു. പവി, എന്റെ വിവാഹം ഉറപ്പിച്ചു. വിവാഹം? ആരുമായിട്ട്? പവിത്ര, തമാശയായിട്ടാണ് തുടങ്ങിയെങ്കിലും റോസ്മേരിയുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ കളിതമാശയ്ക്ക് ഒരർത്ഥമുണ്ടാവണം. അതിത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. ഒരുപക്ഷെ എന്റെ വിവാഹം നടന്നാൽ രവിയുടെ സംശയം മാറും. അങ്ങനെയെങ്കിലും അവർ തമ്മിൽ ഒന്നിക്കുമെങ്കിൽ ഇനി എനിക്ക് ചെയ്യാൻ ഇതേ ഒരു മാർഗമുള്ളൂ. മാത്യു, ഞായറാഴ്ച എന്റെ കല്യാണമാണ്. നിങ്ങൾ എല്ലാവരും വരണം. രവി എവിടെ? രവി രാവിലെ പുറത്തു പോയതാ. നിങ്ങൾ രണ്ടുപേരും കൂടി രവിയെയും അശ്വതിയും പറഞ്ഞ് മനസ്സിലാക്കണം. അവരോടും കല്യാണത്തിന് വരാൻ പറയണം. ആ. ഞാൻ വരട്ടെ. സ്വാമി, എങ്ങനെയെങ്കിലും രവി ഉടനെ കണ്ടുപിടിക്കണം. എടാ, നീ ഒരുത്തം കാരണം എന്റെ ജീവിതം നശിച്ചു. നിനക്ക് തൃപ്തിയായില്ലേ? ഞാൻ എന്ത് ചെയ്തു? അവള് പോയി, എന്നെയും കളഞ്ഞിട്ട് പോയി. നീ ഒരുത്തം കാരണം അവളുടെ മനസ്സ് മാറിയത്. ചേട്ടാ, ഞാനൊരു ബ്രാഹ്മണനാടാ, നീ ഓർത്തോ? ഞാൻ ശപിച്ചാൽ നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. രവിയേട്ടൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കൂന്നൊക്കെയല്ലേ? അശ്വതി, ഞാൻ പറയുന്നത്... രവിയേട്ടൻ പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്നെ പരീക്ഷിക്കാനായിട്ടല്ലേ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? എന്നെ വിശ്വാസമില്ലാത്ത ആളെ എനിക്കും വേണ്ട. എന്നെ വിശ്വാസമില്ലെങ്കിൽ എനിക്കും രവിയേട്ടന്റെ വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല അശ്വതി, പിന്നെ സ്നേഹ കൂടുതലും ഉണ്ടാവും. ഭാര്യയാവാൻ പോകുന്ന ഒരു പെണ്ണിനെ പന്തയത്തിൽ വെക്കാൻ സ്നേഹിക്കുന്ന ഒരു പുരുഷനും കഴിയില്ല. രവിയേട്ടൻ ഇത്ര ചീപ്പാണെന്ന്, ഇത്ര വൃത്തികെട്ട ചിന്താഗതിയാണുള്ളതെന്ന് ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി. അശ്വതി കരുതുന്ന പോലെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. വേണ്ട, തർക്കിക്കാൻ നിൽക്കണ്ട. കുട്ടിക്കാലം മുതൽക്ക് തർക്കിക്കാനും തർക്കിച്ച് ജയിക്കാനും രവിയേട്ടൻ മിടുക്കനാണ്. അന്നൊന്നും നിങ്ങളുടെ മുഖം മൂടി ഞാൻ കണ്ടിരുന്നില്ല. അശ്വതി, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ രവിയേട്ട, നമ്മൾ തമ്മിൽ ചേരില്ല. രവിയേട്ടൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ ഒരു കടങ്കഥയായി കരുതിയ അശ്വതി, ഞാൻ... അമ്മാവാ, അശ്വതി പറഞ്ഞ കേട്ടില്ലേ? അമ്മായി എന്താ ഒന്നും മിണ്ടാത്തത്? അവള് പറഞ്ഞാൽ എന്താടാ തെറ്റ്? പരീക്ഷിച്ച് നോക്കി കല്യാണം കഴിക്കാൻ അവളെ ചക്കയെ വാങ്ങി പറ്റിയാണോ? നിന്നെ ഞാനിവിടെ നാട്ടി പുറത്താക്കാത്തത് ഞാൻ നിന്റെ അമ്മാവനായി പോയതുകൊണ്ടാ. അമ്മാവാ? അമ്മാവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അശ്വതിയെ കാണാൻ വേണ്ടി ആ പടിയും കൂടി കിടന്നു പോരുത്.